കെമിസ്ട്രീൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ കമ്പേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് പറഞ്ഞാൽ. കമ്പേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ബേൺ ചെയ്യുക അല്ലേ? എയറിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ കത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ബേണിങ് എന്തിൻ്റെയാണ്? ഹൈഡ്രോ കാർബൺസിനാണ് അല്ലേ? ഹൈഡ്രോ കാർബൺസ് നമ്മളിവിടെ കത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാണ് കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത്. നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടുപ്പ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ഇട്ടിട്ട് അതിന് നമ്മൾ ഫ്യൂവൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ കാലത്തുള്ള വിറകാവാം, LPG ഗ്യാസാവാം, എന്ത് വേണേ ഇന്ധനം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ അതിന് നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ പ്രത്യേകത എന്താ? അത് കത്താൻ സഹായിക്കും അല്ലേ? അത് കത്തി കഴിയുമ്പം അല്ലെങ്കിൽ കത്തുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് കിട്ടുക വാട്ടർ കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പിന്നെ ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി. അതാണ് ഇവിടെ പവറിന് കാണിച്ചത് അല്ലേ? ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി നമുക്ക് കിട്ടും. അപ്പം ഓക്സിജൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എയറിൻ്റെ അകത്തുള്ള ഓക്സിജൻ്റെ പ്രസൻസിൽ ഹൈഡ്രോ കാർബൺസിനെ കത്തിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? വാട്ടർ കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പിന്നെ അതിന് കൂടെ എനർജി, ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ: when hydrocarbons burn, they combine with oxygen in air to form carbon dioxide and water. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും അതേപോലെ അതിൻ്റെ കൂടെ നമുക്ക് ധാരാളം ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി കിട്ടും. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഈ പ്രോസസ്സിനെ കമ്പഷൻ എന്ന് പറയും. അപ്പോൾ ക്ലിയർ ആയുള്ള കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും മണ്ണെണ്ണ ആണെങ്കിലും അതിനെ കത്തിച്ച് കഴിയുമ്പം അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും ആയിരിക്കും. അവിടെ അതിൻ്റെ കൂടെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മീത്തേനെ കത്തിക്കുമ്പോൾ അത് നമ്മളുടെ എയറിൻ്റെ അകത്തുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കമ്പഷന് കൂടി കിട്ടുന്നത്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ പ്രോസസ്സ്? ഈ പ്രോസസ്സിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, then water and heat. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ റിയാക്ഷന് കിട്ടുന്നത്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ബ്യൂട്ടൈൻ ബേൺസ് ഇൻ എയർ? ഇപ്പം മീറ്റെയിൻ എടുത്ത് ഇനി നമ്മൾ ബേൺ ചെയ്യുന്ന ഇതിനാണ് മീറ്റെയിൻ കഴിഞ്ഞ് ഇപ്പം ബ്യൂട്ടൈൻ ആണ് അല്ലേ? ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റാണ്? 4 കാർബൺ ആറ്റാണ്. അപ്പം ഇവിടെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് ഒരേ സാധനം തന്നെ. എന്താണത്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പിന്നെ കിട്ടുന്നത് വാട്ടറാണ്, പ്ലസ് ഹീറ്റ് തന്നെയാണ്. വേറെ പുതിയ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഏതൊരു ഹൈഡ്രോ കാർബൺ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 പ്രൊഡക്റ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അവിടെ കിട്ടും. ഇനി ഇതിനെ ബാലൻസ് ചെയ്യണമല്ലോ. ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 2s are 8 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. 8 കാർബൺ ആറ്റംസ് വരും അല്ലേ? 8 കാർബൺ ആറ്റംസ് വരണം. അതേപോലെ എത്ര ഓക്സിജൻ ആറ്റം വരണം? അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 20 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതേപോലെ 26 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് 8 കാർബൺ ഡൈ ഓക്സൈഡ് ആ കാർബൺ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ 8 ഇട്ട് നോക്കാം. 8 ഇട്ട് നോക്കാം, പിന്നെ ബാലൻസ് ചെയ്യാം. അപ്പോൾ കാർബൺ ബാലൻസ്ഡായി. 8 2s are 16 ഓക്സിജനും ആയി. 16 ഓക്സിജനായി. ഇനി ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം വരണം? 26 ഓക്സിജൻ ആറ്റം വരണം. അപ്പോൾ ഇനി എത്ര ഹൈഡ്രജൻ ആറ്റം കൂടി വരണം? 10 × 2 20 ഹൈഡ്രജൻ ആറ്റം വേണം ഇവിടെ. അപ്പം ഹൈഡ്രജൻ ആറ്റം 20 ആക്കാൻ വേണ്ടി നമ്മളിവിടെ എത്ര ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 10 ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൊടുത്തു. 10 ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ 20 ഹൈഡ്രജൻ ആറ്റായി. ഓക്സിജൻ എത്ര ഉണ്ട്? 10. അപ്പം 26 ഓക്സിജനുമായി, 20 ഹൈഡ്രജനുമായി, 8 കാർബണുമായി. അപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ്. അപ്പോൾ 8 കാർബൺ ഡൈ ഓക്സൈഡും 10 വാട്ടർ മോളിക്യൂൾസും ഹീറ്റും നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാലൻസ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെയുള്ളത്. ഓക്കെ, കമ്പഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കമ്പഷൻ എന്താ? ഒരു ഹൈഡ്രോ കാർബൺ എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പം നമുക്ക് ഹീറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്ന പ്രോസസ്സിനാണ് എന്താ പറയുന്നത്? കമ്പഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എല്ലാ ഹൈഡ്രോ കാർബൺസിനും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതിൽ വ്യത്യാസമില്ല.
ഇനി ഹൈഡ്രോ കാർബണിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടേബിളാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ ഫസ്റ്റ് എന്താ ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്, ഈഥൈനാണ്, ഈഥൈൻ. അപ്പോൾ ഈ ഈഥൈൻ നിക്കൽ കാറ്റലിസ്റ്റ് കൊണ്ട് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നത് ഹൈഡ്രജൻ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ കയറിപ്പറ്റും, ഡബിൾ ബോണ്ട് ആവും. അത് നമ്മൾ എന്ത് റിയാക്ഷനാണ് പഠിച്ചത്, അങ്ങനെ റിയാക്ഷൻ്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടോ എന്താണെന്ന്? അപ്പം ആ റിയാക്ഷൻ നമ്മൾ എന്താ പറയുക, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച ഓർമ്മ ഉണ്ടോ, നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ആദ്യം നമ്മൾ 2 ഹൈഡ്രജന് പകരം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കാം. അപ്പം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഈ കാർബൺ ആറ്റത്തിന് മുകളിലേക്കും മറ്റേ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും പോകും. അപ്പോൾ നമുക്ക് കിട്ടുക CH ഡബിൾ ബോണ്ട് CH എന്നായിരുന്നു, ഓർമ്മ ഉണ്ടോ? പിന്നെ വീണ്ടും ഈ CH ഡബിൾ ബോണ്ട് CHൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ പ്ലസ് ചെയ്യുമ്പം വീണ്ടും ഇതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും മറ്റേ ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ മുകളിലേക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2. അപ്പം ഇതവിടെ കൂടിച്ചേർന്നിട്ട് എന്താവും, CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് റിയാക്ഷൻ നമ്മൾ വിളിച്ചിരുന്ന പേരെന്താ, എഡിഷൻ റിയാക്ഷൻ. ഇതാണ് എഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, ഇത് എഡിഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, CH2Cl2ൻ്റെ കൂടെ നമ്മൾ ക്ലോറിൻ അങ്ങോട്ട് കൂട്ടിച്ചേർത്തപ്പം നമുക്കിവിടെ ഒരു പ്രൊഡക്റ്റ് HCl തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ കൂടിച്ചേരും മാത്രമല്ല, അത് കൂടിച്ചേരുമ്പം ഒരു മോളിക്യൂൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഡിഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, എഡിഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മൾ ക്ലോറിൻ വീണ്ടും ആഡ് ചെയ്യുമ്പം അവിടെ നിന്ന് ഹൈഡ്രജൻ പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജനെ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെ പ്ലേസിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, CH2Cl2 പ്ലസ് Cl2 ചെയ്യുമ്പം ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകും, എന്നിട്ട് അവിടെ എന്താവും, CHCl3 എന്നാവും, CHCl3. ഇപ്പം ഞാൻ ഫുൾ റിയാക്ഷൻ എഴുതാം, CH2Cl2 പ്ലസ് Cl2. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെയുള്ള ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്ക് ഒരു ഹൈഡ്രജൻ്റെ പ്ലേസിലേക്ക് വരും, അവിടെ നിന്നുള്ള ഒരു ഹൈഡ്രജനെ കൂടെ കൂടിയിട്ട് വേറൊരു ക്ലോറിൻ പുറത്തേക്കും പോകും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് CHCl3, ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോയി, ആ Cl2ൻ്റെ ഒരു ക്ലോറിൻ ഇവിടെയും കയറി മറ്റേ ക്ലോറിൻ പുറത്തു പോയ ഹൈഡ്രജൻ്റെ കൂടെ കൂടി റിലീസാവും. ഇങ്ങനെയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. CH3Cl3 പ്ലസ് HCl, CH3Cl3 പ്ലസ് HCl എന്ന് പറയുന്ന പ്രൊഡക്റ്റായിട്ട് അത് മാറും. അപ്പോൾ ഇവിടെ കൂടിച്ചേരുക മാത്രമല്ല, ഒന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എഡിഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹൈഡ്രജനെ ക്ലോറിൻ ഇത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്ലേസിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണത്. ഓക്കെ, ഇനി തേർഡ് റിയാക്ഷൻ N എന്നാണ് അവിടെ വന്നത് അല്ലേ, N. അപ്പോൾ N എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം കുറേ CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ മോളിക്യൂൾ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കണ്ടിരുന്നു എന്താ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സിംഗിൾ ബോണ്ട് ഇടും. സിംഗിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ബോണ്ട് നടുവിൽ ഇടരുത്. CH2 സിംഗിൾ ബോണ്ട് CH2, ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടിട്ട് പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, N എന്ന് എഴുതും. അപ്പോൾ ഇതിനാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ, പോളിമറൈസേഷൻ റിയാക്ഷനാണിത്. N എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ ഇതെന്താണ്, പോളിമറൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ എത്തീനാണ് എന്ത്, മോണോമർ. ഈ കിട്ടിയ ഇതാണ് നമ്മളുടെ പോളിമർ എന്ന് പറയുന്നത്. ഇനി CH4 പ്ലസ് ഡാഷ് ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളിപ്പം കണ്ട റിയാക്ഷനാണിത്. മീത്തേനെ ബേൺ ചെയ്യുക ആരുടെ പ്രസൻസിൽ, ഓക്സിജൻ്റെ പ്രസൻസിൽ അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിൽ മീത്തേനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ എന്തായിരിക്കും,
എനർജി ആയിരിക്കും അല്ലേ, എനർജി നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇത് ബാലൻസ് ഒന്ന് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ കാർബൺ 1, ഹൈഡ്രജൻ 4 വേണം. അപ്പോൾ ഹൈഡ്രജൻ 4 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 2 2 സാർ 4 ഹൈഡ്രജനായി. അതേപോലെ എത്ര ഓക്സിജൻ വരണം? 4 ഓക്സിജൻ വരണം. കാരണം ഇവിടെ 2 2 സാർ 4 ഓക്സിജൻ വരുന്നുണ്ട്. ഇവിടെ 2 ഓക്സിജനായി. ഇവിടെ 2 ഇൻറ്റു 2 ഓക്സിജൻ കൂടിയായി. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേര് എന്താണ്? കമ്പേഷൻ എന്നാണ്. കമ്പേഷൻ, COMBUSTION, കമ്പേഷൻ റിയാക്ഷനാണിത്. ഇനി അവസാനം ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു സാച്ചുറേറ്റഡ് ആണല്ലേ, സിംഗിൾ ബോണ്ട് ഉള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഇക്വേഷനിൽ ഹൈഡ്രജൻ കൂടി ചേരുന്നുണ്ട്. അത് ഞാൻ ഇവിടെയും എഴുതിയിട്ടുണ്ടല്ലോ, CH3 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ അത് നമുക്കത് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? എത്തീനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ആ CH2 ഡബിൾ ബോണ്ട് CH2 ആ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തും കൊടുക്കും, മറ്റേ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും കൊടുക്കും. അങ്ങനെയാണ് ഇതെന്തായി മാറിയ CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? കൂടിച്ചേരാണ്, എഡിഷനാണ്. ഓക്കെ, എഡിഷൻ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കാം. നല്ലോണം ചെയ്ത് പഠിക്കുക എല്ലാവരും. ഇനി നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഡസ്ട്രിയലായിട്ടും അതേപോലെ തന്നെ വീടുകൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൽ ആദ്യത്താണ് മെത്തനോൾ എന്ന് പറയുന്നത്. മെത്തനോൾ അല്ലെങ്കിൽ അതിന് മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും. അപ്പോൾ ആൽക്കഹോൾ ഫാമിലിൻ്റെ ആദ്യത്തെ മെമ്പറാണ് നമ്മളുടെ മെത്തനോൾ. ആദ്യത്തെ മെമ്പർ എന്ന് പറയാൻ കാരണം എന്താ? ഒരു കാർബണാണ് അതിൽ വരുന്നത് അല്ലേ. എപ്പോഴും പ്രൊഡക്റ്റ് തുടങ്ങുക നമ്മളുടെ ഒരു കാർബണാണ്, പിന്നെ 2 കാർബൺ 3 കാർബൺ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പം ആൽക്കഹോൾ ഫാമിലിൻ്റെ ആദ്യത്തെ മെമ്പറാണ് മീഥൈൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ മെത്തനോൾ എന്ന് പറയും. ഫോർമുല എന്താ? CH3OH. ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിലൊക്കെ. അപ്പോൾ ഇൻഡസ്ട്രിയലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് മെത്തനോൾ. അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയും. വുഡ് സ്പിരിറ്റ്. ഓക്കെ, മെത്തനോളിന് വിളിക്കുന്ന വേറൊരു പേര് വുഡ് സ്പിരിറ്റ് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ലാർജ് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാർജ് എമൗണ്ടിൽ നമ്മൾ ഇതിനെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും ഫാക്ടറിയിലായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നമ്മളൊരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കും. കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനായിട്ട് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെത്തനോളിൽ കിട്ടുന്നത്. കാറ്റലിസ്റ്റ് എന്താ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ, റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സാധനമാണ് കാറ്റലിസ്റ്റ്. അവർ പ്രത്യേകത എന്താ വെച്ചാൽ അവർ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് മാറൂല ഒരിക്കലും. അവർ പിന്നെ വീണ്ടും അവരുടെ എങ്ങനെയാണോ ഫോംഡ് അതേ രീതിയിൽ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അതാണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെത്തനോൾ കിട്ടും. ഈ മെത്തനോൾ എന്താ? പോയ്സണസ് ആണ് അല്ലേ, വിഷമാണത്. ഇനി ഇതിൻ്റെ പല ഉപയോഗങ്ങളുണ്ട്. വിഷമാണെങ്കിലും നമുക്കിത് പല യൂസിന് വേണ്ട സാധനമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലടിക്കുന്ന പെയിൻറ്റും ഫർണിച്ചറിനെ പോളിഷ് ചെയ്യുന്ന വാർണിഷും അതിനൊക്കെ മെത്തനോൾ വേണം ഉണ്ടാക്കണമെങ്കിൽ. പെയിൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വാർണിഷ് ഇൻഡസ്ട്രിയിലൊക്കെ ഇത് വേണം. അതേപോലെ തന്നെ ഫോമിക് ആസിഡ്, ഫോമാൽഡിഹൈഡ് ഇതൊക്കെ ഉണ്ടാക്കാനും നമുക്ക് മെത്തനോൾ അത്യാവശ്യമാണ്. രണ്ടാമത്തെ എന്താണ്? എത്തനോളാണ് അല്ലേ, ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ. ഇതും നമ്മളുടെ മെത്തനോളിൻ്റെ പോലെ തന്നെ ഇൻഡസ്ട്രിയലി വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യും? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വലിയ എമൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അപ്പോൾ ഇതിനെ മൊളാസസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. മൊളാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കരിമ്പുണ്ടല്ലോ, ഷുഗർ കെയിൻ. ആ ഷുഗർ കെയിൻ്റെ അകത്തുനിന്ന് അതിനെ പിഴിഞ്ഞതിൻ്റെ ആ ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ലിക്വിഡാണ് എന്ത്? നമ്മളുടെ മൊളാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഞ്ചസാരൻ്റെ ക്രിസ്റ്റൽസ് റിമൂവ് ചെയ്ത ശേഷം ബാക്കി വരുന്ന ആ തിക്കായിട്ടുള്ള ലിക്വിഡിനെ നമ്മൾ എന്താ പറയുന്നത്? മൊളാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മൊളാസസ് ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം. അപ്പം ഇങ്ങനെയായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നല്ല കുറച്ച് കട്ടിയുള്ള ഒരു വിസ്കസ് സൊല്യൂഷൻ എന്ന് പറയും. അതിനെ കുറച്ച് ഡൈല്യൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അതിനകത്ത് ഈസ്റ്റിനെ ആഡ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്യും അല്ലേ. ഫെർമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാലല്ലേ ഈസ്റ്റ് അതിൻ്റെ എനേറോബിക് റെസ്പിറേഷൻ വഴി ആ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആദ്യം എന്താ ചെയ്യുക? ഈ നമ്മളുടെ മൊളാസസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റും അല്ലേ. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റും.
അതിന് ആ മൊളാസസിൻ്റെ അകത്ത്, അതായത് നമ്മളുടെ ഈസ്റ്റിൻ്റെ ബോഡീൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് എൻസൈം ഉണ്ട്. ആ എൻസൈംസാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ഒന്ന് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, ഈസ്റ്റിൻ്റെ ബോഡീൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് ഇൻവെർട്ടേസ്. ആ ഇൻവെർട്ടേസ് എന്ത് ചെയ്യും, മൊളാസസിൻ്റെ അകത്തുള്ള എന്താണോ കണ്ടൻറ്റ് അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ എന്താ ചെയ്യുന്നത്, മൊളാസസ് പറഞ്ഞാൽ ഷുഗറിൻ്റെ സൊല്യൂഷനാണ് അല്ലേ. പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ബാക്കിയുണ്ടാവും, അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. പിന്നെ വേറെ രണ്ടാമത്തെ എൻസൈം ഉണ്ട്, സൈമേസ് എന്ന് പറയുന്നത്. ആ സൈമേസ് എന്താ ചെയ്യുക, ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും എത്തനോളാക്കി മാറ്റും. അങ്ങനെ നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ മൊളാസസ് എന്ന് ഉണ്ടാക്കുന്നത്. മൊളാസസ് എന്ന് പറയുന്നതാണ്, മുളേനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം പഞ്ചസാരനെ വേർതിരിക്കും. പഞ്ചസാര വേർതിരിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ സൊല്യൂഷനാണ് നമ്മൾ എന്ന് പറയുന്നത് മൊളാസസ് എന്ന് പറയുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളതിനെ ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വിടും. ഫെർമെൻറ്റേഷൻ നടക്കുമ്പം ആ ഈസ്റ്റിൻ്റെ ബോഡിയിലുള്ള ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ കുറച്ച് എൻസൈംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എൻസൈം ഇൻവെർട്ടേസ് ആണ്. ഇൻവെർട്ടേസ് എന്ത് ചെയ്യും, ഈ ഷുഗർ സൊല്യൂഷനെ അല്ലെങ്കിൽ മൊളാസസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റും. പിന്നെ അതേ ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു എൻസൈമാണ് സൈമേസ്. ആ സൈമേസ് ഗ്ലൂക്കോസിനെ ഫ്രക്ടോസിനെ എന്താക്കി മാറ്റും, എത്തനോളാക്കി മാറ്റും. ഇതാണ് ആ റിയാക്ഷൻ. C12H22O11 ഷുഗർ സൊല്യൂഷൻ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് ഈസ്റ്റിനോട് കൂടെ ഫെർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റിൻ്റെ ബോഡി പ്രൊഡ്യൂസ് ഇൻവെർട്ടേഴ്സ് ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആക്കി മാറ്റി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അത് എത്തനോളാക്കി മാറ്റും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമ്മൾ എത്തനോൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഈ ടേംസൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ 8 മുതൽ 10% വരെ എത്തനോളാണ് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് വാഷ്. 8 to 10% അതിൻ്റെ അകത്ത് എന്തുള്ളൂ, എത്തനോളുള്ളൂ. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേര് വാഷ് എന്നാണ്. ഈ വാഷിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ, അതായത് വലിയൊരു ഡിസ്റ്റിലേഷൻ കോളത്തിലൊക്കെ ഇട്ട് അതിനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് 95.6% എത്തനോളാണ് അല്ലേ. അതിന് വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പം നമ്മളുടെ വാട്ടർ എന്ന് പറയുന്നത് 8 മുതൽ 10% എന്തുള്ളൂ, എത്തനോളുള്ളൂ. അപ്പോൾ അതിനെ അങ്ങോട്ട് ശുദ്ധീകരിച്ച് ചെയ്തിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് എന്തായി മാറും, 95.6% എത്തനോൾ, അത്രയും കുറച്ചും കൂടി പ്യുവർ ആയിട്ടുള്ള ഫോമിലേക്ക് മാറും. അതിന് വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. പിന്നെ വീണ്ടും അതിൻ്റെ ഡിസ്റ്റിലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% എത്തനോൾ കിട്ടും. ആ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മളിത് വാഹനങ്ങളിൽ ഇപ്പോൾ എത്തനോൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ 80% പെട്രോളും 20% ആൽക്കഹോൾ, അതായത് നമ്മളുടെ എത്തനോളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്യൂവലിന് വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്താണ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 20% അബ്സല്യൂട്ട് ആൽക്കഹോൾ ആൻഡ് 80% ഓഫ് പെട്രോൾ. ഇത് നമ്മൾ വെഹിക്കിളിൽ ഫ്യൂവലായിട്ട് ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പം എന്താ വാഷ്, എന്താ റെക്ടിഫൈഡ് സ്പിരിറ്റ്, എന്താ അബ്സല്യൂട്ട് ആൽക്കഹോൾ, എന്താണ് പവർ ആൽക്കഹോൾ, ശരിക്കും മനസ്സിലാക്കി വെക്കുക. എന്താണ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 8 മുതൽ 10% മാത്രം വരുന്ന എത്തനോളാണ് നമ്മൾ വാഷ് എന്ന് പറയുന്നത്. ആ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 95.6% എത്തനോൾ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ വീണ്ടും നമ്മൾ ശുദ്ധീകരിക്കുമ്പം നമുക്ക് 100% എത്തനോൾ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ആബ്സല്യൂട്ട് പറഞ്ഞാൽ 100% എന്നാണ്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ കിട്ടും. പിന്നെ ഈ 20% ആബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫ്യൂവലാണ് പവർ ആൽക്കഹോൾ. ഓക്കെ, ക്ലിയർ അല്ല? ഈ ടേംസൊക്കെ ശരിക്കും പഠിച്ചു വെക്കാം. പിന്നെ ചില ആൾക്കാർ ഇത് മദ്യത്തിന് പകരമായിട്ട് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ആൾക്കാരിത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ, ബെവറേജ് എന്ന് പറഞ്ഞാൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അങ്ങനെ ബെവറേജ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് പോയ്സൺ ആഡ് ചെയ്യും. മെത്തനോൾ ഒരു പോയ്സണാണ്. പിരിഡിൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് കെമിക്കൽസ് ഇതിനകത്ത് ആഡ് ചെയ്യും, അതിൻ്റെ മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടുന്ന ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അപ്പോൾ ആൾക്കാർ കുടിക്കാതിരിക്കാൻ വേണ്ടി, മദ്യത്തിന് പകരം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ചില പോയ്സണസ്
സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ആൽക്കഹോളിൻ്റെ കൂടെ അല്ലെങ്കിൽ എത്തനോളിൻ്റെ കൂടെ ഈ പോയ്സൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഡീനേച്ചർ അതിൻ്റെ ഘടന മൊത്തം മാറ്റാം. ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അപ്പോൾ ഇതേ സംഭവം തന്നെ മെത്തനോളും ചെയ്യാം. മെത്തനോളും ചില ആൾക്കാർ എന്ത് ചെയ്യും? മദ്യമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഡീനേച്ചറിങ് മെത്തനോളിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന ഡീനേജ് മെത്തനോളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെത്തൈലേറ്റഡ് സ്പിരിറ്റ് എന്നാണ്. ഓക്കെ, ഡീനേച്ചഡ് സ്പിരിറ്റ് എത്തനോളാണ്. ഇവിടെ ഇതെന്താണ്? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ക്ലിയർ ആയല്ലോ? മെത്തിലേറ്റഡ് സ്പിരിറ്റോ ഡീനേച്ചഡ് സ്പിരിറ്റോ. ഇനി എത്തനോളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പം മെയിനായിട്ട് ആൽക്കഹോൾ, ഈ എത്തനോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പവർ ആൽക്കഹോൾ ഉണ്ടാക്കാൻ. എന്തായിരുന്നു പവർ ആൽക്കഹോൾ? പെട്രോൾ പ്ലസ് ആബ്സൊല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ മെഡിസിൻസിൽ ഇത് സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ഷുഗർ സിറപ്പ്, നമ്മൾ സിറപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ആ മരുന്നൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു സോൾവെൻ്റ്, ലിക്വിഡ് ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തനോൾ ഉപയോഗിക്കും. പെയിൻസിൻ്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യും. പിന്നെ പ്രിസർവേറ്റീവ് പറഞ്ഞാൽ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യും. അതാണ് പ്രിസർവേറ്റീവ്. അപ്പോൾ എത്തനോൾ ഒരു പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യും. പിന്നെ വേറെ പലതരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനും പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എത്തനോൾ വേണം. ഇതാണ് ഡിഫറെൻറ്റ് യൂസസ് ഓഫ് എത്തനോൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓർഗാനിക് കോമ്പൗണ്ടാണ് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ് ഈ എത്തനോയിക് ആസിഡ്. അപ്പം എത്തനോയിക് ആസിഡ് വീണ്ടും ഒരു കാർബോക്സിലിക് ആസിഡാണ്. അത് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളുടെ വീടുകളിലും ഉപയോഗിക്കും. സുർക്ക അല്ലെ വിനേഗർ എന്ന് പറഞ്ഞ സാധനം, അതെന്താണ്? എത്തനോയിക് ആസിഡാണത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡാണ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് സ്ട്രക്ചറൽ ഫോമിൽ നോക്കാം. IUPAC നെയിമും. അപ്പോൾ ആദ്യം അവർ തന്നിട്ടുണ്ട് ഒരു കാർബൺ ആറ്റം വരുമ്പോൾ അതെന്താണ്? മെത്തനോയിക് ആണ് അല്ലേ? മെത്തനോയിക് ആസിഡ്. രണ്ടാമത്തിൽ 2 കാർബൺ ആറ്റം വരുന്നുണ്ട്, അപ്പോൾ എത്തനോയിക് ആസിഡ്. 3 കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ്? പ്രൊപ്പൻ എന്നാണ് വരുന്നത്. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ്. ഇത് പ്രൊപ്പനോയിക് ആസിഡാണ്. പ്രൊപ്പനോയിക് ആസിഡ്. നാലാമത്തേൽ 4 കാർബൺ ആറ്റം വരുന്നുണ്ട്, അപ്പോൾ ബ്യൂട്ട് എന്നാണ് തുടങ്ങുക. ആസിഡ്, ഓർഗാനിക് ആസിഡ് ആയതുകൊണ്ട് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ്. ഇനി ലാർജ് സ്കെയിലിൽ എത്തനോയിക് ആസിഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ എത്തനോയിക് ആസിഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ മെത്തനോളിനെയും കാർബൺ മോണോക്സൈഡിനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? എത്തനോയിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ CH3OH ആണ് എന്ത്? മെത്തനോൾ എന്ന് പറയുന്നത്. ആ മെത്തനോളിൻ്റെ കൂടെ നമ്മൾ കാർബൺ മോണോക്സൈഡിനെ റിയാക്ട് ചെയ്യിപ്പിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഒരു എത്തനോയിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് അല്ലേ? എത്തനോയിക് ആസിഡ്. ഇതാണ് ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. എന്തൊക്കെയാണ് ഇവരുടെ പേരുകൾ എന്നുള്ളത്. അപ്പോൾ ഈ എത്തനോളിനെ എസറ്റോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയൻ്റെ പ്രസൻസിൽ നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വിടുകയാണെങ്കിൽ, എയറിൻ്റെ പ്രസൻസിൽ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വിടുകയാണെങ്കിൽ വളരെ കോൺസെൻട്രേഷൻ കുറഞ്ഞൊരു എത്തനോയിക് ആസിഡ് കിട്ടും. ആ എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ എന്ന് പറയുന്നത് അല്ലേ? എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരെന്താണ്? വിനീഗർ എന്നാണ് പറയുക. സുറുക്ക എന്ന് പറയും മലയാളത്തിൽ. ഇപ്പം പിക്കിൾസിലൊക്കെ, അച്ചാറിലൊക്കെ കേടാവാതിരിക്കാൻ നമ്മൾ ഈ വിനാഗിരിയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ എന്താ വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോളിനെ നമ്മൾ എസറ്റോബാക്ടർ ബാക്ടീരിയനെ ഫെർമെൻറ്റേഷന് വിടാം. എയറിൻ്റെ പ്രസൻസിൽ ഫെർമെൻറ്റേഷന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 5 മുതൽ 8% മാത്രം വീര്യമുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേഷനുള്ള എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനീഗർ. പിന്നെ ഈ എത്തനോയിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പം വിനീഗർ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? എത്തനോയിക് ആസിഡ് വേണം. പിന്നെ എസിറ്റിക് ആൻഹൈഡ്രൈഡ്, എസിറ്റേറ്റ്, എസ്റ്റർ, സിന്തറ്റിക് ഫൈബേഴ്സ്, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമുക്ക് എത്തനോയിക് ആസിഡ് വേണം. പിന്നെ പോളിമറും റെസിനും പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അണുനശീകരണം എന്ന് പറയും. അതിനും നമ്മൾ എത്തനോയിക് ആസിഡ് ഉപയോഗിക്കും. മെഡിസിൻസ് ഉണ്ടാക്കാനും നമുക്ക് എത്തനോയിക് ആസിഡ് വേണം. ഇതാണ് അതിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു.